കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നീ പദ്ധതികൾക്ക് ഉദ്ദേശിച്ച ഫലമുണ്ടാക്കാൻ കഴിയാത്തതിന്റെ കാരണം കണ്ടെത്തി അവ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടിയാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത്. കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബൽവന്ത് റായ് മേത്ത. 1957 ജനുവരിയിൽ കമ്മിറ്റി രൂപീകരിച്ചു. 1957 നവംബർ 24 റിപ്പോർട്ട് സമർപ്പിച്ചു. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റി. കമ്മിറ്റി നിർദ്ദേശിച്ച ഘടന: 1. ജില്ലാ പരിഷത്ത്, ജില്ലാ പരിഷത്ത് ജില്ലാതലം. 2. പഞ്ചായത്ത് സമിതി, പഞ്ചായത്ത് സമിതി ബ്ലോക്ക് തലം. 3. ഗ്രാമപഞ്ചായത്ത്, ഗ്രാം പഞ്ചായത്ത് വില്ലേജ് തലം. ഈ കമ്മിറ്റിയുടെ മറ്റ് പ്രധാന നിർദ്ദേശങ്ങൾ: 1. ഗ്രാമപഞ്ചായത്തുകൾ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കണം. പഞ്ചായത്ത് സമിതിയും ജില്ലാ പരിഷത്ത് പരോക്ഷമായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കണം. 2. പഞ്ചായത്ത് സമിതി എക്സിക്യൂട്ടീവ് ബോഡി ആയിരിക്കണം. ജില്ലാ പരിഷത്ത് ഉപദേശക, ഏകോപന, മേൽനോട്ട സമിതി ആയിരിക്കണം. 3. ജില്ലാ പരിഷത്തിന്റെ ചെയർമാൻ ജില്ലാ കളക്ടർ ആയിരിക്കണം. 4. ഭാവിയിൽ കൂടുതൽ അധികാര വികേന്ദ്രീകരണം പ്രാബല്യത്തിൽ വരുത്തുന്നതിന് ഒരു സംവിധാനം രൂപപ്പെടുത്തണം. ഈ കമ്മിറ്റിയുടെ ശുപാർശകൾ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അംഗീകരിച്ചത് 1958 ജനുവരി. ഈ ശുപാർശകൾ നിലവിൽ വന്നത് 1958 ഏപ്രിൽ 1. 1960കളുടെ മധ്യത്തോടെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും പഞ്ചായത്തുകൾ നിലവിൽ വന്നു. ഏകദേശം 92% ഗ്രാമീണരെ ഉൾപ്പെടുത്തി 5,79,000 ഗ്രാമങ്ങളും 96% ജനങ്ങളെ ഉൾക്കൊള്ളിച്ചു. 2,17,300 ഗ്രാമപഞ്ചായത്തുകളും ഇത് നടപ്പിലാക്കി. ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ശില്പിയെന്നും ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ, നാഗൂർ ജില്ല. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം 1959 ഒക്ടോബർ 2. പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്, ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. 73ാം ഭേദഗതിയെ തുടർന്ന് പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. സന്താനം കമ്മിറ്റി. 1963 നിയമിക്കപ്പെട്ട കമ്മിറ്റി പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ധനകാര്യങ്ങളിൽ പഠനം നടത്താൻ നിയോഗിച്ചു. പഞ്ചായത്ത് രാജ് ഫിനാൻസ് കോർപ്പറേഷനുകൾ സ്ഥാപിക്കുന്നതിന് ശുപാർശ ചെയ്തു. സാദിഖ് അലി കമ്മീഷൻ 1964. രാജസ്ഥാനിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിനുണ്ടായ പരാജയകാരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ. ജി. എൽ. വ്യാസ് കമ്മീഷൻ 1974. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രാജസ്ഥാൻ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ. ഹനുമന്തറാവു കമ്മിറ്റി 1983. ജില്ലാതലത്തിലെ ആസൂത്രണത്തെക്കുറിച്ച് പഠിക്കാൻ പ്ലാനിംഗ് കമ്മീഷൻ നിയോഗിച്ച കമ്മിറ്റി. 1984 റിപ്പോർട്ട് സമർപ്പിച്ചു. ജി. വി. കെ. റാവു കമ്മിറ്റി 1985. ഗ്രാമവികസനത്തിനായി പഠനം നടത്തി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ പ്ലാനിംഗ് കമ്മീഷൻ നിയോഗിച്ച കമ്മീഷൻ. ഈ കമ്മിറ്റി മുന്നോട്ട് വച്ച പ്രധാന നിർദ്ദേശങ്ങൾ: 1. ജില്ലാ പരിഷത്തിന് പ്രമുഖ സ്ഥാനം നൽകുക. 2. ഫലപ്രദമായ വികേന്ദ്രീകൃത ജില്ലാ ആസൂത്രണത്തിനായി സംസ്ഥാന തലത്തിലുള്ള ചില ആസൂത്രണ പ്രവർത്തനങ്ങൾ ജില്ലാതല ആസൂത്രണ യൂണിറ്റുകൾക്ക് കൈമാറുക. 3. ജില്ലാ വികസന കമ്മീഷണർ എന്നൊരു തസ്തിക സൃഷ്ടിക്കുക. എൽ. എം. സിംഘ്വി കമ്മിറ്റി. 1986 രാജീവ് ഗാന്ധി സർക്കാർ നിയോഗിച്ച കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ മറ്റ് പ്രധാന നിർദ്ദേശങ്ങൾ: 1. ഒരു കൂട്ടം വില്ലേജുകൾക്കായി ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കണം. 2. ഗ്രാമപഞ്ചായത്തുകളെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുന്നതിന് ഗ്രാമങ്ങൾ പുനഃ സംഘടിപ്പിക്കണം. അതിനായി ഗ്രാമസഭകൾ മുടങ്ങാതെ കൂടണം. 3. ഗ്രാമപഞ്ചായത്തുകൾക്ക് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണം. പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തീർപ്പാക്കുന്നതിന് ഓരോ സംസ്ഥാനത്തും ജുഡീഷ്യൽ ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കണം. അശോക് മെഹ്ത കമ്മിറ്റി. 1977 ഡിസംബറിൽ ജനത സർക്കാർ നിയമിച്ച കമ്മിറ്റി. കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ പേര്. ഈ കമ്മിറ്റിയുടെ ചുമതല
പഞ്ചായത്തീരാജ് സംവിധാനത്തിന് കരുത്തുപകരാൻ മാർഗനിർദ്ദേശം നൽകുക. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ അശോക് മേത്ത. കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി EM.S. 1978 ഓഗസ്റ്റ് 21 132 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. ത്രിതല സമ്പ്രദായത്തിന് പകരം ദ്വിതല സംവിധാനം നിർദ്ദേശിച്ച ദ്വിതല പഞ്ചായത്തീരാജ് സംവിധാനത്തിൽ ജില്ലാതലത്തിൽ ജില്ലാ പരിഷത്തും ഗ്രാമതലത്തിൽ മണ്ഡൽ പരിഷത്തുമായിരുന്നു. മണ്ഡൽ പരിഷത്തിൽ 15,000 മുതൽ 20,000 വരെ ജനസംഖ്യയുള്ള ഒരു കൂട്ടം ഗ്രാമങ്ങൾ ഉണ്ടായിരിക്കണം. ഈ കമ്മിറ്റിയുടെ മറ്റ് പ്രധാന ശുപാർശകൾ: 1. ജില്ലാതല പദ്ധതികളുടെ ആസൂത്രണവും ഉത്തരവാദിത്തവും ജില്ലാ പരിഷത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കണം. 2. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം ഉണ്ടായിരിക്കണം. 3. സ്വന്തം സാമ്പത്തിക സ്രോതസ്സുകൾ സമാഹരിക്കാൻ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾക്ക് നിർബന്ധിത നികുതി അധികാരമുണ്ടായിരിക്കണം. 4. ദുർബലരായ സാമൂഹിക സാമ്പത്തിക വിഭാഗങ്ങൾക്കായി അനുവദിച്ച ഫണ്ട് യഥാർത്ഥത്തിൽ അവർക്കായി ചെലവഴിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു ജില്ലാതല ഏജൻസിയും നിയമസഭാംഗങ്ങളുടെ ഒരു കമ്മിറ്റിയും പതിവായി സോഷ്യൽ ഓഡിറ്റ് നടത്തണം. 5. ന്യായപഞ്ചായത്തുകളെ വികസന പഞ്ചായത്തുകളിൽ നിന്ന് വേറിട്ട് നിർത്തണം. യോഗ്യയുള്ള ഒരു ജഡ്ജി അവരെ നയിക്കണം. 6. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായി കൂടിയാലോചിച്ച് പഞ്ചായത്തീരാജ് തിരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുകയും നടത്തുകയും വേണം. 7. പഞ്ചായത്തീരാജ് വകുപ്പിൽ ഒരു മന്ത്രിയെ നിയമിക്കണം. അദ്ദേഹം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണം. 8. പട്ടികജാതി പട്ടിക വർഗക്കാർക്കുള്ള സീറ്റുകൾ അവരുടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംവരണം ചെയ്യണം. 10. പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണം. 1980-ൽ ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്തുപോയതോടെ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കാതെ പോയി. കർണാടക പോലുള്ള ചില സംസ്ഥാനങ്ങൾ അശോക് മേത്ത കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്തീരാജ് സംവിധാനം നടപ്പിലാക്കി. P.K. തുംഗൺ കമ്മിറ്റി 1989-ൽ രൂപീകരിച്ച 1988 എന്നാണ് ലക്ഷ്മികാന്ത് ബുക്കിൽ. പാർലമെന്ററി സബ് കമ്മിറ്റി പഞ്ചായത്തീരാജിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് നിർദ്ദേശിച്ചു. ഈ കമ്മിറ്റി മുന്നോട്ട് വച്ച മറ്റ് നിർദ്ദേശങ്ങൾ: 1. ത്രിതല പഞ്ചായത്ത് സംവിധാനം തുടരണം. 2. ജില്ലാ പരിഷത്ത് മാത്രമായിരിക്കണം ജില്ലാതല ആസൂത്രണ വികസന ഏജൻസി. പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളുടെ കാലാവധി 5 വർഷമാക്കണം. 3. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണം. 4. ആസൂത്രണത്തിനായി മന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന തലത്തിൽ ആസൂത്രണ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കണം. ജില്ലാ പരിഷത്ത് പ്രസിഡന്റുമാർ അതിൽ അംഗങ്ങളായിരിക്കണം. 5. സംവരണം ജനസംഖ്യാനുപാതത്തിലായിരിക്കണം. വനിതാ സംവരണം ഉണ്ടായിരിക്കണം. 6. ജില്ലാ പരിഷത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ജില്ലാ കളക്ടറെ നിയോഗിക്കണം. ഗാഡ്ഗിൽ കമ്മിറ്റി 1988-ൽ INC നിയമിച്ച കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ V.N. ഗാഡ്ഗിൽ. പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളുടെ കാലാവധി 5 വർഷമായി നിജപ്പെടുത്തണം എന്ന് നിർദ്ദേശിച്ചു. പഞ്ചായത്ത് രാജ് ഭരണഘടനയോട് കൂട്ടിച്ചേർക്കണം എന്ന് നിർദ്ദേശിച്ചു. ST വിഭാഗത്തിനും വനിതകൾക്കും സംവരണം നിർദ്ദേശിച്ചു. ത്രിതല സംവിധാനം തുടരണം എന്ന് നിർദ്ദേശിച്ചു.